നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പുത്തൻവേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട 2 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. ഇളന്തിക്കര കൊടകര സ്വദേശികളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. ബന്ധുവീട്ടിലെത്തിയവരായിരുന്നു കുട്ടികൾ. കുളിക്കാനിറങ്ങിയ 5 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. കൊടുങ്ങല്ലൂർ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. ദേശീയപാത 66-ൽ കോതപ്പറമ്പ് സെന്ററിന് സമീപം ഇന്നലെ രാവിലെ 10:30 അപകടം. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തി. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി പരാതി. അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് യുവതി. അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകി. മദ്യനയ ആരോപണത്തിൽ തുടക്കത്തിലെ ആവേശം പ്രതിപക്ഷത്തിന് ഇപ്പോഴില്ലെന്ന് മന്ത്രി P. രാജീവ്. പ്രതിപക്ഷാരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു. പുതിയ മദ്യനയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും P. രാജീവ് പറഞ്ഞു. വാദ്യപ്രമാണിമാർ നിറഞ്ഞ വേദിയെയും കുഴൂരിലെ കലാകാരന്മാരും മേള ആസ്വാദകരും അടങ്ങിയ സദസ്സിനെയും സാക്ഷി നിർത്തി പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. നാദനാരായണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മാള മുഖ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സബിൽസ് എഡ്യൂക്കെയർ ഫൗണ്ടേഷൻ ദുബായ് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപ്പിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ആദര സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വെണ്ണൂർ സെന്റ് മേരീസ് ഇടവകയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഫാദർ റോബിൻ ചിറ്റുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൻസൻ കുണ്ടുകുളം തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോസ് മാലേക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് വികസന സമിതി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.